ഹായ്, നമ്മളെങ്ങോട്ടാ പോകുന്നത്? ഔട്ടിങ് നൈറ്റ് ഔട്ടിങ്. ഞങ്ങൾ പോയിട്ട് കുറേ കാലമായിട്ടല്ലേ. ഇപ്പം സത്യം പറഞ്ഞാൽ കുറേ നാളായിട്ട് ജീന ബിസിയാണ്, ഞങ്ങൾ രണ്ടുപേരും ബിസിയാണ്. അപ്പം ഞങ്ങൾ തന്നെ തമ്മിലിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ഇൻസ്റ്റാഗ്രാം അവരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ പോലും കാണുന്നില്ലല്ലോ എന്ന്. അത്രയ്ക്കും ഫോൺ പോലും യൂസ് ചെയ്യാൻ പറ്റാത്ത അത്രയും തിരക്കായി പോയി. പിന്നെ അതേപോലെ നമ്മുടെ നാട്ടുകാർക്ക് നമ്മളെ കാണാനിട്ട് ചോദിക്കാൻ തുടങ്ങി. അപ്പം എല്ലാവരുടെ ഒരു ഇത് വിഷമം മാറ്റാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ നൈറ്റ്. പക്ഷേ ഇന്നത്തെ നൈറ്റ് ഔട്ടിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ടല്ലേ. അത് ഞാൻ പറഞ്ഞിട്ട് പോകുന്നതിനേക്കാളും നിങ്ങൾ കാണുന്നതാണ് നല്ലതായിരിക്കും എന്ന് തോന്നും. അപ്പം വാ, കാണിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. നമുക്കിപ്പോ ഒരാൾ കൂടി വരാനുണ്ട്. അതൊക്കെ വെയിറ്റിംഗ് ആണ്. ആള് വെയിറ്റിംഗ് ആണോ? അപ്പോ ഗേൾസ് നൈറ്റ് ഔട്ട് എന്താണ് ഇത്? റിക്വസ്റ്റ്. ഓ യെസ് യെസ് യെസ്. എങ്ങനെയുണ്ട് എൻ്റെ പുതിയ ചപ്പൽ? അയ്യോ, ഇതൊക്കെ നബിദിന പ്രിപ്പറേഷൻസ് ആണ്. മദ്രസ ഇവിടെ ഒക്കെ പ്രിപ്പറേഷൻസ് വരുന്നതാണ്. അപ്പോൾ മിലാദിൻ്റെ നൈറ്റ് ഇതാണ് ഞാൻ പറഞ്ഞ കാഴ്ചകളൊക്കെ. അപ്പോൾ മിലാദിൻ്റെ നൈറ്റ് കാണിച്ചു തരാം. ഇന്ന് നബിദിനും ഇങ്ങനെ ഇറങ്ങാനാ. ഓക്കെ, ഭയങ്കര കാര്യപ്പെട്ട് എല്ലാവരും വർക്കിംഗ് ആണ്. വരും അടിപൊളി. ഇവിടെ കുറച്ച് വർക്കൊക്കെ കഴിഞ്ഞു, പയ്യൻസിന് എടുക്കണം. അപ്പോൾ ഇവിടെ മിക്സഡ് കളേഴ്സ് ആണെങ്കിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ മിലാദിന് വരവേൽക്കുന്ന ഫുൾ ലൈറ്റ് ഒക്കെ വെച്ചിട്ടാണ്. ഞാൻ എപ്പോഴും പറയും ദ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഇവിടെയൊക്കെ ഫിനിഷ് ചെയ്തുകൊണ്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഫുൾ വർക്ക് ഫിനിഷ് ചെയ്തത് ഇൻഷാല്ലാ കാണിച്ചു തരാം. മിലാദിൻ്റെ നൈറ്റ് വേറൊരു രസമാണ്. ഇവിടെയൊക്കെ ഷോപ്പൊക്കെ എപ്പോഴും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം തിരക്കാണ്. കൊട്ടാരം, ഇതാണ് കൊട്ടാരം ഷോപ്പ്. ഇവിടെയൊക്കെ ഫുൾ വൈറ്റ് ക്ലോത്തൊക്കെ ആയിട്ട് ഫുൾ ലൈറ്റിലൊക്കെ. കവരത്തി ഐലൻഡ് ആണ് ലക്ഷദ്വീപിൽ. ഇത് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി. ഓക്കെ, പിന്നെ വരുന്നൊരു ലൈറ്റിങ് ഇവിടെയാണ്. ഇവരൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇവിടെ അവർ വർക്കിംഗ് ആണ്. അയ്യോ, ഇവിടെ ലൈറ്റ് വേറെ എപ്പെങ്കിലും കളറ്. ഓക്കെ, ഇത് അവിടം വരെങ്ങ നമ്മുടെ പിള്ളേരൊക്കെ നബിദിന പ്രിപ്പറേഷനാണ്. അവിടെ തന്നെ പണിപ്പുരയില കാണിക്കലാ. കുറച്ച് പേര് വർക്ക് ചെയ്യുവാണ്, രാപ്പകലില്ലാണ്ട് വർക്ക് ചെയ്യുവാണ്. അങ്ങനെ നിയാസാറ്റി എടുക്ക എടുത്തേ. നിയാസാറ്റേ കുട്ടിയൊന്നും മിണ്ടാണ്ടിരിക്കണ്ടേ. ഇവിടെ ഒരു സസ്പെൻസ് ആയിട്ടുള്ളൊരു സാധനം അവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അല്ലടാ, അവിടെ വർക്കിംഗ് ആണ്. വർക്കിംഗ് മീൻസ് അത് അന്ന് കാണിച്ചാലാണ് ഭംഗി. ചക്കര എടുത്ത് ഇതാ. ഇതിന്റെ ബാക്കില് ഒരു സംഭവം നടക്കുന്നത്. സുമുഖൻ തൽസ്വഭാവം വധുവിന് ആവശ്യമുണ്ട്. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട്. അയ്യോ,
വീഴാൻ പോയി കൈ. നല്ല ലൈറ്റ് ഞാൻ ഫ്രണ്ട് കാണിച്ചു തന്നിട്ടില്ല, ഫ്രണ്ട് കാണിച്ചു തരാം. ലൈറ്റ് മാറാൻ തുടങ്ങും ലൈറ്റ്. അപ്പൊ ഫ്രണ്ട് ഇതാണ് ഇവര്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വാം ലൈറ്റാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അവിടെ നിന്ന് മാറുമ്പോഴത്തേക്ക് തന്നെ കളർ മാറിയത് കണ്ടോ. ഓക്കെ, ഈ ലൈറ്റ് ഈ ലൈറ്റിന്റെ ഇതില് സെറ്റപ്പില് നമ്മുടെ ഷാഹി ആർട്ട് പ്രോന്റെ ഫോട്ടോ എടുത്തൊക്കെ കൊടുക്കാറുണ്ട്, പെയ്ഡ് ഫോട്ടോഗ്രാഫി. അപ്പൊ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. വേറൊരാളെ പിക്ക് ചെയ്യാനുണ്ട് ഓൺ ദ വേ, അപ്പോൾ അത് ചെയ്യാം. വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്ന് മീലാദിൻ്റെ നൈറ്റ് എന്തായാലും നമുക്ക് വരാം ഒരു വീഡിയോയിൽ. ഇത് ഇവിടെയൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. ഇവിടെയൊക്കെ ഓ നൈറ്റ്, അന്ന് മീലാദിൻ്റെ നൈറ്റ് വേറെ ലെവൽ വൈബാണ്. ഇവിടെ അവിടെ ഷോപ്പുകളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ വീണ്ടും കൂടുതൽ സ്ഥലങ്ങളിൽ വാം ലൈറ്റ് ആണ് കേട്ടോ പ്രിഫർ ചെയ്തിരിക്കുന്നത്. വാം ലൈറ്റ് വൈറ്റിനും ഒരു ഭംഗി ഉണ്ടാവില്ലേ. ഇവിടെ കഴിഞ്ഞ വർഷം വൈറ്റ് ആയി ഫുള്ള് അടിപൊളി. ഇവിടെ അടിപൊളി. ഇവിടം വരെ കഴിഞ്ഞിട്ട് ഇതെവിടെ ഫിനിഷ് ആയിട്ട് ഇനി ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ വർക്കിംഗ് സ്പേസ് അവിടെയാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഗേറ്റിൻ്റെ പണിപ്പുരയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ അവർ ഗേറ്റിന് വേണ്ടിയുള്ള ഓരോ കട്ടിങ്ങും വർക്ക്സൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സമയം രാത്രി ഒരു 11:30 ആയിട്ടുണ്ട്. ലേറ്റ് നൈറ്റ് പോലും കഷ്ടപ്പെട്ടുകൊണ്ടാണ് കേട്ടോ ഇത്രയും വർക്ക് ചെയ്യുന്നത്. അവർ ഇത് മൊത്തം സെറ്റായിട്ട് വരുമ്പോൾ നമുക്ക് വേറൊരു ഫീൽ കാണാം. എന്തായാലും മീലാദിൻ്റെ നൈറ്റ് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം. ഒരുപാട് പേര് കൂടി ചെയ്ത വർക്ക്സാണ് ഈ കാണുന്നതൊക്കെ, കുറേ സ്റ്റാർട്ട്സൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല, വർക്കിംഗ് കഴിഞ്ഞിട്ടൊന്നും ഇല്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ. അതായത് നമ്മുടെ ബാനുവിനെ പിക്ക് ചെയ്യാൻ വന്നതാണ്. ഞങ്ങൾ ഇവിടെ നിൽക്കട്ടെ. ഓക്കെ ബാനോ, ആ മൊഞ്ചത്തിനെ ഒന്ന് കാണിക്കൂ. എങ്ങോട്ട് പോവാ? ആദ്യം എന്തെങ്കിലും ഞണ്ണ കൂടാത്തി ഞങ്ങളെ അല്ലെങ്കിൽ ചൊല്ലാത്തി. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ട് പൊക്കി കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് വണ്ടി കേറുവോ? അപ്പൊ ഞങ്ങളതെ കറങ്ങാൻ പോവാണ്. അല്ല, ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നതൊക്കെ അതൊക്കെ തന്നെ. കുറച്ചുകൂടി ലൈറ്റ് കാണിക്കാൻ ബാക്കിയുണ്ട്. ഇപ്പൊ എന്നെ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. കുറച്ചുകൂടി ലൈറ്റ് കാര്യങ്ങൾ കാണിക്കാൻ ബാക്കിയുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എവിടെന്നെങ്കിലും എന്തെങ്കിലും കഴിക്കാം അല്ലേ. നല്ല വിശപ്പ്. ഇവിടെ ലൈറ്റൊക്കെ ആയിരിക്കും. വാക്കിംഗ് എല്ലാ സ്ഥലങ്ങളിലും വാക്കിംഗ് ആണ്. കഴിഞ്ഞ മിലാദിന് വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലിക്ക് കിട്ടിയ സ്ഥലം ഇവിടെയായിരുന്നു അല്ലേ. അത്രയും അടിപൊളിയൊക്കെ ആയിരുന്നു. പള്ളിയാണ് ഇവിടെ. ഇത് ഒരു എന്താ ഒരു സ്പൈറൽ സംതിങ്ങിലേക്ക് കയറിയ ഒരു ഫീല് വരും. ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തോണ്ടിരിക്കുകയാണ്. ആരത്?
നമ്മ പച്ചക്കറിയെല്ലാം കിട്ടിയാൽ നമ്മ ഒരു ദിവസം സദ്യ ഉണ്ടാക്കാം. മറ്റേ ഗോതമ്പ് പായസം ഉണ്ടാക്കാം. അടുത്ത ഫുഡ് അടീനെ കുറിച്ച് പ്ലാൻ ചെയ്തോണ്ടിരിക്കും. എന്നത് കുറിച്ച് ഞങ്ങള് സോറി കംപ്ലീറ്റ്ലി പായസം കുടിച്ചത് ഇല്ലെന്നുള്ളേ. ഓ ഈ സമീനിന്ന് ഭയങ്കര മറ്റേ ഇത് അടിപൊളി വിജയം. പായസം ഉണ്ടാക്കി ഓർമ്മയില്ലേ ഇവര് കഥ കുടിച്ച എല്ലാരും ഇങ്ങളെ ആറ്റിട്ട് സൗണ്ട് പോയിപ്പോയത് അപ്പൊ തന്നെ വലിയ കഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കറങ്ങിട്ട് ഒന്ന് മിണ്ടാണ്ടിരിക്കണോ, ഞാൻ എവിടെയാണെന്നൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ഞങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് അങ്ങനെ കുറെ ടീമുണ്ടാണ് നമ്മ കറങ്ങിത്തിരിഞ്ഞിട്ടേ നമ്മള് ഒരു കഴിക്കാൻ വന്നിരിക്കുന്നു. അതിനെന്താ ഇത്? ഇല്ലല്ലോ, ഇത് ഓണം വിഷയുണ്ട്. ഷെഫ് ഹായ് ബാനു. അപ്പൊ ഞങ്ങൾ സോൾട്ട് ആൻഡ് പെപ്പറിൽ കുറച്ച് സ്നാക്സ് കഴിക്കണം. ഇനി ഫുഡ് കിട്ടുമ്പോ കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ സംഭവം എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്തത്? ഇത് മറ്റേത് മയോണൈസും രണ്ടേരം ഉണ്ട്. ഇത് മയോണൈസും ഇത് രണ്ടും കൂടി മിക്സ് ആക്കുന്നതാണ്. എങ്ങനെയുണ്ട്? ഹായ്, അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. പെട്ടെന്ന് വീഡിയോ ഫിനിഷ് ചെയ്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. കാര്യമൊന്നുമില്ല, നമുക്ക് തലകറക്കമെന്ന് പറഞ്ഞിട്ട് തിരിച്ച് പെട്ടെന്ന് വരേണ്ടി വന്നു. ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് കറങ്ങാനൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ക്ഷീണമൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ സമയം കുറേ ആയിട്ടോ, ഒരു 11 മണിക്കായി. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ആൻഡ് ടേക്ക് കെയർ.